സഹോദരന്മാരെ, ഇന്നലെ ഇലക്ഷൻ റിസൾട്ട് വന്ന് ഇടതുപക്ഷം അടപടലം മൂഞ്ചി. അങ്ങനെ തന്നെ പറയുക. തോറ്റ് തൊപ്പിയിടുക എന്നെല്ലാം പറയുന്ന കേട്ടിട്ടില്ലേ? അത് ഇന്നലെ സംഭവിച്ചു. ഏതായാലും ഇടതുപക്ഷം തോറ്റ് തൊപ്പിയിട്ട് ഈ തോൽവിയിൽ നിന്ന് അവർ പാഠം പഠിക്കാണെങ്കിൽ അവർ പാഠം പഠിക്കട്ടെ. ഏതായാലും UDF വൻ മുന്നേറ്റം കാഴ്ചവെച്ച് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച എല്ലാവരും ജയിച്ചു. അതും വൻ ഭൂരിപക്ഷത്തിൽ, ഇന്ന് വരെ കാണാത്ത ഭൂരിപക്ഷത്തിലാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചത്. അതിന് കാരണം എന്നാ, നമ്മളെ കൗമ്, നമ്മളെ സ്ഥാനാർത്ഥി എല്ലാം നമ്മളെ. അതേപോലെ തന്നെ ക്രിസ്ത്യൻ മേഖലയിലുള്ള ക്രിസ്ത്യാനികളും ചിന്തിച്ച് നമ്മളെ കൗമ്, നമ്മളുമായി ബന്ധപ്പെടുന്ന പാർട്ടി, അതിന്റെ ഭാഗമായിട്ടാണ്. ഏതായാലും ഇരിക്കട്ടെ, നല്ല കാര്യം തന്നെ. ഇന്നലെ മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ആഹ്ലാദ പ്രകടനം നിങ്ങളെല്ലാം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. എതിർ സ്ഥാനാർത്ഥിന്റെ മയ്യത്തുണ്ടാക്കി ആ മയ്യത്ത് കൊടുത്തിട്ടാണ് ഇന്നലെ ആഹ്ലാദ പ്രകടനം നടത്തിയത്. ആട്ടിനെ അറുത്തിട്ട് ആട്ടിന്റെ തലയോ എടുത്തിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സാധാരണഗതിയിൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് ജയിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാരെയും തങ്ങന്മാരെയും കോല ഉണ്ടാക്കിയിട്ട് ആ കോല എടുത്തിട്ട് കൂക്കിയും പൊടിയും നടത്തിയിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ട് നടന്നിട്ടാണ് അവർ ആഹ്ലാദ പ്രകടനം സാധാരണഗതിയിൽ ഉണ്ടായാലും. എന്നാൽ ഇപ്രാവശ്യം അതിനൊരു മാറ്റം ഉണ്ടായത്, പണ്ഡിതന്മാരെ ഒഴിവാക്കിയിന്, തങ്ങന്മാരെ ഒഴിവാക്കിയിന്. ഇപ്രാവശ്യം എതിർ സ്ഥാനാർത്ഥികളെ കോല ഉണ്ടാക്കിയിട്ട്, ഇതാ ഈ ഫോട്ടോകളൊന്ന് നോക്കിയേ, എതിർ സ്ഥാനാർത്ഥിന്റെ കോല ഉണ്ടാക്കിയിട്ട് മയ്യത്ത് രൂപത്തിലാക്കിയിട്ട് അത് കൊടുത്തിട്ട് നടന്നിട്ടാണ് ആഹ്ലാദ പ്രകടനം. ഈ മുസ്ലിം ലീഗുകാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവര് മരിക്കൊന്നുമില്ല, ഇവരെ മയ്യത്ത് ആരും എടുത്തുകൊണ്ട പോകുന്നില്ല, ഇവരെ ഉണക്കി വെക്കാനാണ് വിചാരം. ഇവര് തൊട്ടേനെടുത്താനല്ല മയ്യത്ത് നിസ്കാരം, മയ്യത്ത് കുളിപ്പിക്കൽ, ഇതാണ് ഇവരെ പരിപാടി. നല്ല കാര്യം തന്നെ. എന്നാൽ കേരളത്തിൽ ഇന്ന് വരെ കിട്ടാത്ത BJPക്ക് 3 സീറ്റ് നേടി. അവരും ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ട്. അവരെവിടെയെങ്കിലും എതിർ സ്ഥാനാർത്ഥിന്റെ കോലയും കെട്ടിയിട്ടോ എതിർ സ്ഥാനാർത്ഥിക്ക് പ്രതിപക്ഷ ബഹുമാനം കൊടുക്കാതെ വളരെ മോശമായ രീതിയിലോ അവർ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ടാ? നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാ? ഇല്ല. അതെന്നാ കാരണം? BJP പ്രവർത്തകന്മാരുടെ, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് രാജീവ് ചന്ദ്രശേഖർ. മനസ്സിലാക്കണം നിങ്ങൾ. എന്നാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് സാദിഖ് അലി, പാണക്കാട് സാദിഖ് അലി. ഇത് തന്നെയാണ് വ്യത്യാസം. BJPയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുടെ ഭൂരിഭാഗം ആൾക്കാരുടെയും മതം ഹൈന്ദവ മതം. മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുടെ ഭൂരിഭാഗം പ്രവർത്തകന്മാരുടെയും മതം, അവർ വിശ്വസിക്കുന്ന മതം ഇസ്ലാം മതം, മുസ്ലിം മതം. ഇത് തന്നെയാണ് വ്യത്യാസം. BJPക്കാർക്കറിയാം പ്രതിപക്ഷ ബഹുമാനം എങ്ങനെ നൽകണമെന്ന് അവർക്കറിയാം. അത് BJP പ്രവർത്തകന്മാരെ, BJPന്റെ നേതാക്കന്മാർ, രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആൾക്കാർ ആ BJP പ്രവർത്തകന്മാർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായ സാദിഖ് അലി അടക്കമുള്ളവരെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇതന്നെയാണ് വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഇവരൊരു പ്രതിപക്ഷ ബഹുമാനവും നൽകാണ്ട് എന്ത് ചെയ്യുന്നത്, പ്രതിപക്ഷത്ത് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയുടെ കോല ഉണ്ടാക്കിയിട്ട് അതിമോശമായ രീതിയിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. ഇതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, നിങ്ങളെ നേതാക്കന്മാർ നിങ്ങൾക്കിത് പറഞ്ഞു തരൂല. ഇത് മോശമാണ്. ഒരു പ്രതിപക്ഷ ബഹുമാനം എങ്ങനെ നൽകണം എന്നുള്ളത് കാര്യോ നിങ്ങളെ പ്രസിഡന്റ് ആയിക്കോട്ടെ, നിങ്ങളെ കൂട്ടത്തിലുള്ള നേതാക്കന്മാരോ നിങ്ങൾക്ക് പറഞ്ഞു തരൂല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഈ BJPക്കാർ എടുത്തുന്നെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കണോ? ഈ വിഷയം നിങ്ങൾ രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണല്ലോ. BJPക്കാർക്കറിയാം എങ്ങനെ പ്രതിപക്ഷ ബഹുമാനം നൽകണമെന്ന്. അതെങ്കിലും കണ്ടുപഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണമെന്നേ നിങ്ങളോട് പറയാനുള്ളൂ. അല്ലാണ്ട് നിങ്ങളോട് വേറെ ഒന്നും പറയാനില്ല.